ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദിസ് ലവ് ഡസൻ ഹാവ് ലോങ് ബീൻസ് എന്ന സീരീസിൻ്റെ 6ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് സിബും ക്ലൂവയും വാനും കൂടി കിച്ചൺ ക്ലീൻ ചെയ്യുന്നതാണ്. ഇതേസമയം വാന് ഓബിനെയും കാവോയിനെയും ഒരുമിച്ചിനെ കണ്ടതുകൊണ്ട് തന്നെ ഇപ്പോഴും മൂഡ് ഓഫ് ആയി ഇരിക്കുമായിരുന്നു. സിബ് വർക്ക് ചെയ്യുന്ന സമയത്ത് അവൻ്റെ ഫോൺ നോക്കി നിൽക്കുമായിരുന്നു. ആ സമയം സിബ് ഓം കാവോയും ഒരുമിച്ച് നിൽക്കുന്നൊരു ഫോട്ടോ ഫേസ്ബുക്കിൽ കിടക്കുന്ന കണ്ടിട്ട് ആ ഫോട്ടോ ക്ലൂവയെ കാണിച്ചിട്ട് ഇത് ഓബിൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടാണെന്ന് ചോദിക്കുകയാണ്. ക്ലൂവ അപ്പോൾ അതെ, അത് ഓബിൻ്റെ പേഴ്സണൽ ഫേസ്ബുക്ക് അക്കൗണ്ടാണെന്ന് പറയാണ്. സിബ് അങ്ങനെ ആ അക്കൗണ്ട് നോക്കിയ സമയത്ത് ഓബും കാവോയും ഡേറ്റ് ചെയ്തിരുന്ന സമയത്ത് അപ്ലോഡ് ചെയ്ത ഫോട്ടോസ് ഇപ്പോഴും ഉണ്ടായിരുന്നു. സിബ് അപ്പോൾ അവർ ബ്രേക്കപ്പായിട്ടും ഓബ് അവരുടെ ഫോട്ടോസ് ഒന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ലല്ലോ. അതിൻ്റെ കൂടെ തന്നെ അവർ ബ്രേക്കപ്പ് ആയ ശേഷം ഓബ് ഭയങ്കര ഡീപ്പായിട്ട് അർത്ഥം വരുന്ന കുറേ ക്വാട്ട്സ് അതിന് ശേഷം പറന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. കണ്ടിട്ട് ഓബിന് കാവോനെ നല്ല ഇഷ്ടമായിരുന്നെന്ന് തോന്നിയെന്ന് പറയാണ്. ഇതൊക്കെ കേൾക്കുന്നതനുസരിച്ച് നമ്മുടെ വാനിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. സിബിന് ഇതൊന്നും മനസ്സിലാകാത്തതുകൊണ്ട് തന്നെ ഇവൻ കിടന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം സിബാണെങ്കിൽ ക്ലൂവേറെ അടുത്ത് നമുക്ക് ഇന്ന് ഡ്രിങ്ക് ചെയ്യാനായിട്ട് പോയാലോ, എനിക്ക് ഡാൻസ് ഒക്കെ കളിക്കാൻ ഭയങ്കര ആഗ്രഹം തോന്നുന്നു എന്ന് പറയാണ്. അങ്ങനെ ക്ലൂവ ഓക്കെ എന്ന് പറഞ്ഞിട്ട് വാൻ്റെ അടുത്ത് ഇന്ന് ഫ്രൈഡേ അല്ലേ, നമുക്ക് പോയിട്ട് വരാമെന്ന് പറയാണ്. ആ സമയം വാൻ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവർ നേരത്തെ കിച്ചൺ ക്ലീൻ ചെയ്തപ്പോൾ കളയാനായിട്ട് വെച്ചിരുന്ന വേസ്റ്റൊക്കെ കളയാനായിട്ട് അതെടുക്കാനായി ചെല്ലാണ്. കറക്റ്റ് ടൈമിന് അങ്ങോട്ടേക്ക് കാവോ വന്നതിന് ശേഷം വാനിനോട് സംസാരിക്കുകയാണ്. എന്നിട്ട് നീയല്ലേ വാനെന്ന് ചോദിച്ചപ്പോൾ വാൻ അതെ ഞാനാണെന്ന് പറയാണ്. ആ സമയം കാവോ ഒന്നുമല്ല, നേരത്തെ ഓബ് നിന്നെ അന്വേഷിക്കുന്ന കണ്ടു എന്ന് പറയാണ്. ആ സമയം അവനാണെങ്കിൽ ഞാൻ അറിഞ്ഞായിരുന്നു, പക്ഷേ ആ സമയത്ത് നിങ്ങളുടെ ഒരു ബിസിനസ്സിനെ പറ്റി സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ശല്യം ചെയ്യാൻ വരാത്തതെന്ന് പറയാണ്. ആ സമയം കാവോ ആണെങ്കിൽ ഞങ്ങൾ ബിസിനസ്സിനെ പറ്റിയല്ല സംസാരിച്ചത്, ആക്ച്വലി ഇനി ബിസിനസ്സിന് എൻ്റെ ഹെൽപ്പിൻ്റെ ആവശ്യമില്ല, അവന് ഓബിന് എല്ലാം സ്വന്തമായിട്ട് നടത്തി കൊണ്ടുപോകാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ആ സമയം വാൻ അങ്ങനെയാണോ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ വിഷയം മാറ്റി അവളുടെ അടുത്ത് നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പറ്റുന്നില്ല. ആ സമയം തന്നെ കാവോ ക്ലൂവേറെ അടുത്ത് ക്ലൂവ താങ്ക് യു സോ മച്ച്, നീ എന്നെ ഫോൺ ചെയ്ത് എൻ്റെ അച്ഛന് വയ്യ എന്നുള്ള കാര്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ അറിയത്തുമില്ലായിരുന്നു, അബ്രോഡിൽ നിന്ന് ഇനി വരത്തുമില്ലായിരുന്നു എന്ന് പറയാണ്. ആക്ച്വലി ആ സമയം നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. അന്ന് ഓബിനെയും വാനെ ക്ലോസ് ആയിട്ട് കണ്ടിട്ട് ക്ലൂവ അവൻ്റെ റൂമിൽ വിഷമിച്ചിരുന്നില്ലേ, അന്ന് തന്നെ ക്ലൂവയാണെങ്കിൽ നമ്മുടെ ഓബിനെയും വാനെയും തകർക്കാനായിട്ട് കാവോനെ അവളുടെ അച്ഛന് വയ്യ എന്നുള്ള സത്യം തുറന്നു പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. കാവോ ആണെങ്കിൽ തിരിച്ച് വന്ന ടൈമിന് ഓബിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു അക്കൗണ്ട്, അതായത് അവൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ അവനിട്ട ആ ഒരു പോസ്റ്റ് കണ്ടായിരുന്നു, അതായത് റെസ്റ്റോറൻറ്റ് സെല്ല് ചെയ്യാൻ പോകുന്നു എന്നുള്ള പോസ്റ്റ്. എന്നാൽ അത് സെല്ല് ചെയ്യുന്നത് എന്തിനാണെന്നുള്ള റീസൺ അവൾക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ ക്ലൂവയാണ് വിളിച്ച് പറഞ്ഞത് ഇതുപോലെ അവളുടെ അച്ഛന് വയ്യ, സർജറി ചെയ്യാൻ പോവുകയാണെന്നൊക്കെ. അങ്ങനെ ക്ലൂവയെ വിളിച്ച് വരുത്തിയിട്ടാണ് ഇപ്പോൾ കാവോ നമ്മുടെ വാനിൻ്റെയും ഓബിൻ്റെയും ഇടയിൽ വന്നിരിക്കുന്നത്. അങ്ങനെ ക്ലൂവേറെ അടുത്ത് എല്ലാവരുടെയും മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ താങ്ക്സ് പറഞ്ഞപ്പോഴത്തേക്കും ക്ലൂവ അയ്യോ വാൻ സത്യം മനസ്സിലാക്കുമല്ലോ, ഞാനാണ് വിളിച്ച് വരുത്തിയെന്ന് മനസ്സിലാക്കുമല്ലോ എന്ന് കരുതിയിട്ട് പെട്ടെന്ന് അവൻ എന്നെക്കുറിച്ചാണ് പറയുന്നത്, എനിക്കൊന്നും അറിയത്തില്ല എന്നിങ്ങനെ പറയാണ്. ആ സമയം വാനിന് ഡൗട്ട് ഇങ്ങനെ തോന്നുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഓബിനെയാണ്. ഓബ് റെസ്റ്റോറൻറ്റ് സെല്ല് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു പോസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് കാവോയും അവനും ഒരുമിച്ചുണ്ടായിരുന്ന ഒരു ഫോട്ടോയും നോക്കിയിട്ട് ആ ഒരു റെസ്റ്റോറൻറ്റ് വിൽക്കണോ വേണ്ടേ, കാവോ അവൻ്റെ അടുത്ത് സെല്ല് ചെയ്യണ്ട എന്ന് പറഞ്ഞ കാര്യമൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. അതേ ടൈമിൽ തന്നെ വാനിനെയും ജേജേനെയും കാണിക്കുമ്പോൾ വാനാണെങ്കിൽ ജേജയുടെ അടുത്ത് കാവോ തിരിച്ചു വന്ന കാര്യമൊക്കെ പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ അവരെ കണ്ടു കഴിഞ്ഞാൽ പെർഫെക്റ്റ് കപ്പിളായിട്ട് തോന്നും. ശരിക്കും നമ്മൾ ഈ പെർഫെക്റ്റ് കപ്പിൾ എന്ന് പറയത്തില്ലേ, അതിൻ്റെ എക്സാമ്പിൾ ഓബും കാവോയും ആണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ജയിച്ചേ കണ്ടോ, ഇത് തന്നെ നിനക്ക് ദൈവം ഇട്ട് തന്നൊരു വഴിയാണ്, ഇപ്പം തന്നെ നീ ഓബിൻ്റെ അടുത്തുള്ള ഇഷ്ടം മാറ്റിയേക്ക്, കാരണം അല്ലെങ്കിൽ അത് പ്രശ്നമാകാനുള്ള കാര്യമാണ്. നിങ്ങളുടെ ഇഷ്ടത്തിലായാലും നീ മെത്താസിൻ്റെ ആളാണെന്ന് കണ്ടുപിടിച്ചാൽ ഓബ് നിന്നെ വെറുതെ വിടത്തില്ല, നീ അവനെ ചതിച്ചതുപോലെയും വെറുതെ ആ പാവത്തിനെ വഞ്ചിക്കാൻ നിൽക്കല്ലേ എന്ന് പറയാണ്. വീണ്ടും ഓബിനെ കാണിക്കുമ്പോൾ ഓബ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് എൻഡിൽ കാവോ ആണെങ്കിൽ ഓബിൻ്റെ അടുത്ത് നിന്നിട്ട് റെസ്റ്റോറൻറ്റ് സെല്ല് ചെയ്യണ്ട, എനിക്ക് നിൻ്റെ കൂടെ ഇന്ന് മുമ്പത്തെ പോലെ ഈ റെസ്റ്റോറൻറ്റ് നടത്തണമെന്നും നിൻ്റെ മനസ്സ് തിരിച്ചു പിടിക്കണമെന്നും ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു കാര്യമെല്ലാം ഓബ് ഇങ്ങനെ ആലോചിച്ചിട്ട് എന്താ ചെയ്യണമെന്ന് അറിഞ്ഞൂടാതെ ഓബ് കരയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം സിബും ക്ലൂവയും വാനും കൂടെ ആയിട്ട് കിച്ചണിൽ നിൽക്കുന്നതാണ്. ഈ സമയം നമ്മുടെ സിബും ക്ലൂവയും കൂടെ സംസാരിക്കുകയാണ്. അതായത് ഇപ്പോൾ ഷെഫ് മനസ്സ് മാറ്റിയിട്ടുണ്ടായിരിക്കുമോ, ഇനി
ഈ ഒരു കോമ്പറ്റീഷൻ ക്യാൻസൽ ചെയ്ത് കാണോ, നമുക്ക് ഇനി വർക്ക് ചെയ്യാൻ പറ്റില്ലേ, നമ്മളീ കിടന്ന് കഷ്ടപ്പെട്ടെല്ലാം വെറുതെ ആയി കാണോ എന്നൊക്കെ സിബ് ഇങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ക്ലൂവ കാവോ തിരിച്ചു വന്നില്ലേ, എന്ത് നടക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയാണ്. ആ സമയം സിബ് അയ്യോ അത് വേണ്ട, ഇത് ക്യാൻസൽ ചെയ്യണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയം ക്ലൂവയാണെങ്കിൽ നമുക്കത് കണ്ടറിയാമെന്നിങ്ങനെ പറയാണ്. ഈ സമയം ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന വാനാണെങ്കിൽ നിങ്ങൾ അതൊക്കെ വിട്ടിട്ട് അടുത്ത റൗണ്ട് കോമ്പറ്റീഷന് വേണ്ടി പ്രിപ്പയർ ആവ്, നമ്മുടെ അടുത്ത റൗണ്ടിൻ്റെ ടൈമായി വരാണ്. ഒരു പക്ഷേ ഓബാണെങ്കിൽ ആ ഒരു ഇത് ക്യാൻസൽ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളിനി മത്സരിക്കേണ്ടതല്ലേ, അപ്പം നിങ്ങൾ ഇത് വിട്ടിട്ട് പ്രിപ്പയർ ചെയ്യാൻ നോക്കുമെന്ന് പറയാണ്. കറക്റ്റ് ടൈമിന് അങ്ങോട്ടേക്ക് ഓബ് കയറി വരുന്നുണ്ട്. അങ്ങനെ ഇവർ മൂന്നുപേരും വർക്ക് ചെയ്യാതെ സംസാരിക്കുന്ന കണ്ടിട്ട് ഓബ് ഇതുവരെയായിട്ടൊന്നും പ്രിപ്പയർ ചെയ്തില്ലേ, എന്താ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയം സിബാണെങ്കിൽ അത് പിന്നെ ഷെഫ്, എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു, എനിക്ക് അറിയണമെന്നുണ്ട്, നിങ്ങൾ ഈ കോമ്പറ്റീഷൻ ക്യാൻസൽ ചെയ്യാൻ പോവാണോ, ഞങ്ങൾ പറഞ്ഞു വിടാൻ പോവാണോ, അതൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്. ആ സമയം ഓബ് ക്യാൻസൽ ചെയ്യാനോ എന്തിനെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ സിബ് അല്ല കാവോ തിരിച്ചു വന്നില്ലേ, അപ്പം നിങ്ങൾ ചിലപ്പോൾ ഈ കോമ്പറ്റീഷൻ ക്യാൻസൽ ചെയ്താലോ, നിങ്ങളുടെ മനസ്സ് മാറിയാലോ, അതാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന് പറയാണ്. ആ സമയം സിബ് പറയുന്നത് കേട്ടിട്ട് ഓബാണെങ്കിൽ ഞാനൊരു കോമ്പറ്റീഷനും ക്യാൻസൽ ചെയ്യാൻ പോകുന്നില്ല, നിങ്ങളുടെ അടുത്ത റൗണ്ടിലുള്ള ടാസ്ക് ഞാൻ തരാൻ പോവാണ്, എത്രയും പെട്ടെന്ന് പ്രിപ്പയർ ആവാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ഇതെല്ലാം വാൻ ശ്രദ്ധിക്കുന്നുമുണ്ട്. ആ സമയം ഓബാണെങ്കിൽ നിങ്ങളുടെ അടുത്ത ടാസ്ക് എന്താണെന്ന് പറയാം, ബേസിൽ, ആ ഒരു വാക്ക് മാത്രമാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് എന്താണെന്ന് കാര്യമൊന്നും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ബേസിൽ അതാണ് മെയിൻ സംഭവം, നിങ്ങൾ ബേസിൽ വെച്ചിട്ട് എന്ത് ഡിഷ് വേണം ഉണ്ടായിക്കോ, പക്ഷേ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ബേസിൽ ലീവ്സ് ആയിരിക്കണം, അതാണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അത് ഞാൻ ഉറപ്പായിട്ടും ചെക്ക് ചെയ്യും, അതിന് നിങ്ങൾക്ക് മാർക്കും വീഴും. ആ ഒരു ബേസിൽ ഡിഷ് ഉണ്ടായിക്കഴിഞ്ഞ് എല്ലാ മാർക്കും ഇട്ട് കഴിയുമ്പോൾ ആർക്കാണോ ലോ മാർക്സ് ഉള്ളത് അയാളപ്പോൾ തന്നെ എലിമിനേറ്റ് ആവുന്നതാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെ അടുത്തും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആരും ഡൗട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ വർക്ക് കണ്ടിന്യൂ ചെയ്യാണ്. ആ സമയം ഓബാണെങ്കിൽ ഓക്കെ കോമ്പറ്റീഷന് വേണ്ടി പ്രിപ്പയർ ചെയ്തോളാനും കൂടെ പറയുന്നുണ്ട്. ഇതെല്ലാം പറയുന്ന ടൈമിന് ഓബ് ഇടയ്ക്കിടയ്ക്ക് വാനിനെ നോക്കുന്നുണ്ട്. അതിനുശേഷം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെയും ഓബ് വാനിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വാനിന് ഓബ് തന്നെ നോക്കുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ട്, എന്നാൽ രണ്ടുപേരും ഒന്നും സംസാരിക്കുന്നില്ല. ഇതെല്ലാം ക്ലൂവ കാണുന്നുമുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് അന്ന് റെസ്റ്റോറൻറ്റിൽ സീറ്റെല്ലാം ബുക്ക് ചെയ്തിരുന്ന ഗസ്റ്റ് എല്ലാം വന്ന് ഫുഡ് കഴിച്ചിട്ട് പോകുന്നതാണ്. അവർ പോയ ഉടനെ തന്നെ അങ്ങോട്ടേക്ക് കാവ വരുന്നുണ്ട്. അങ്ങനെ കാവ ആണെങ്കിൽ എനിക്കൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം കാണിച്ചു തരാനുണ്ട്, വാ നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അവരവിടെ ടേബിളിലിരിക്കുകയാണ്. ആ സമയം ക്ലൂവേ സിബു അകത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നാൽ വാൻ അവിടെ തന്നെ കറങ്ങി നിന്നിട്ട് ഇവരെ നോക്കുകയാണ്. ആ സമയം കാവുവാണെങ്കിൽ അവൾ ഫോണിൽ കുറച്ച് പിക്ചേഴ്സ് കാണിച്ചിട്ട് എനിക്ക് ഒരു ഫ്രണ്ട് ഉണ്ട് ഇതുപോലെ ഇൻറ്റീരിയർ ഡിസൈനൊക്കെ ചെയ്യുന്നത്, നമുക്ക് ഈ റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ രീതിയിൽ ഈ രീതിയിൽ ആ രീതിയിലൊക്കെ ഡിസൈൻ മാറ്റാം, അങ്ങനെ ചെയ്യാം, ഈ രീതിയിൽ ചെയ്യാം, നമുക്ക് എക്സ്ട്രാ കുറച്ച് സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യാം, അപ്പോൾ ഒരുപാട് നിങ്ങൾ കഷ്ടപ്പെടേണ്ടി വരത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയം നമ്മുടെ ഓബാണെങ്കിൽ പക്ഷേ ഞാൻ ഈ റെസ്റ്റോറൻറ്റ് വിൽക്കാനിട്ടിട്ടൊക്കെയല്ലേ, അപ്പോൾ പിന്നെ ഇത് റിനോവേറ്റ് ചെയ്യണമെന്നും ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യണമെന്നും എനിക്ക് ആഗ്രഹമില്ല എന്ന് പറയാണ്. ആ സമയം കാവോ ആഗ്രഹമൊക്കെ നമുക്ക് വരുന്നേ, അല്ലെങ്കിൽ നിനക്കിനിയിപ്പോൾ കുക്കിംഗ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണെങ്കിൽ ആ പാഷനൊക്കെ ഞാൻ നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യാം, നമുക്കെന്തായാലും ഇത് ഒരുമിച്ച് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഓബാണെങ്കിൽ എനിക്കിപ്പോൾ ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് പോവാനായിട്ട് എഴുന്നേക്കാണ്. എന്നാൽ കാവോ അവനെ പിടിച്ച് തടഞ്ഞിട്ട് അങ്ങനെയൊന്നും പറയല്ലേ, ഞാനെന്തായാലും നിൻ്റെ ഉള്ളിൽ പാഷൻ പോയെങ്കിലും ആ ഒരു പാഷനും ഇഷ്ടവും തിരിച്ചു കൊണ്ടുവരും. ഇനിയിപ്പോൾ ഒരുപക്ഷെ നീ ബേസിലിൻ്റെ ടൈപ്പ് ഫുഡല്ലേ എപ്പോഴും ഉണ്ടാക്കുന്നത്, അതുകൊണ്ടായിരിക്കും നീ മടുത്തത്, നമുക്കിനി വേറെന്തെങ്കിലും സാധനം വെച്ചിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി നിൻ്റെ കുക്കിങ്ങിൻ്റെ പാഷൻ തിരിച്ചു കൊണ്ടുവരാം, നമുക്കിത് ഒരുമിച്ച് നടത്തിക്കൊണ്ട് പോകാനുള്ളതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ഓബിന് താല്പര്യമില്ല, എന്നാൽ കാവുകയാണെങ്കിൽ നമുക്കിത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇതെല്ലാം വാൻ ശ്രദ്ധിക്കുന്നുമുണ്ട്. ആ സമയം കാവുകയാണെങ്കിൽ നമുക്ക് വേറെ സാധനങ്ങൾ വെച്ചിട്ട് പുതിയ ഡിഷസ് ഉണ്ടാക്കി നിൻ്റെ കുക്കിങ്ങിൻ്റെ പാഷൻ തിരിച്ചു കൊണ്ടുവരാം. പക്ഷേ ഒരിക്കലും ലോങ് ബീൻസ് നമ്മൾ കുക്കിംഗ് ചെയ്യാൻ എടുക്കത്തില്ല, കാരണം അതെനിക്ക് അലർജിയുള്ള സംഭവമല്ലേ, അത് നമ്മൾ ഇനി എടുക്കത്തില്ല, മുമ്പത്തെ പോലെ തന്നെ, മുമ്പ് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല, ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നില്ല എന്ന് പറയാണ്. നമ്മൾ എപ്പിസോഡ് അതായത് ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് നമ്മുടെ കാവോയ്ക്ക് ലോങ് ബീൻസ് അലർജിയാണ്, അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ ലോങ് ബീൻസിൻ്റെ സാധനങ്ങളെല്ലാം ഒഴിവാക്കിയിരിക്കുന്നത്. അങ്ങനെ കാവോ ഇതൊക്കെ പറയുന്നത് വാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ വാനാണെങ്കിൽ ഇവരെ നോക്കുന്നത് കാവോയ് ശ്രദ്ധിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് വാനാണെങ്കിൽ ദേഷ്യത്തിൽ ചെന്ന് ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പുറകു വശത്തായിട്ട് ചെന്ന് നിൽക്കുന്നതാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ഓബ് വന്നിട്ട് ഇവന് കഴിക്കാനായിട്ട് ഒരു കപ്പ് നൂഡിൽസ് കൊടുക്കുന്നുണ്ട്. എന്നാൽ വാനാണെങ്കിൽ എനിക്കങ്ങ് വേണ്ട, ഞാനാണെങ്കിൽ ക്ലൂവേരുടെ അടുത്തും സിബിൻ്റെ അടുത്തും പോയിരുന്ന് ഫുഡ് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവൻ പോകാനായിട്ട് തുടങ്ങുകയാണ്. എന്നാൽ ഓബ് അവനെ വിടാതെ തടക്കിച്ചിട്ട് നിൽക്ക് നിന്നെ കാണാത്തതുകൊണ്ട് അവർ രണ്ടുപേരും ഫുഡ് കഴിക്കാനായിട്ട് പോയി, അതുകൊണ്ടിപ്പം നീ ചെന്നാലും നിനക്ക് അവരോട് ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല, ഇത് കഴിക്കാൻ തുടങ്ങിയിട്ട് അവൻ്റെ ഫ്രണ്ടിലാണ് നൂഡിൽസ് എടുത്ത് വയ്ക്കുന്നുണ്ട്. എന്നാൽ വാൻ എനിക്കങ്ങ് വേണ്ടെന്ന് പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുകയാണ്.
എന്നാൽ ഓബാണെങ്കിൽ കറക്റ്റ് ആ നൂഡിൽസ് ഇവരുടെ ഫ്രണ്ടിൽ കൊണ്ട് പിടിച്ച് വെക്കുന്നുണ്ട്. ആ സമയം അതിൻ്റെ സ്മെല്ലൊക്കെ വന്നിട്ട് നമ്മുടെ വാനിൻ്റെ കൺട്രോൾ പോകുന്നുണ്ട്. എന്നാൽ അവനെ പിടിച്ചേക്കാണ്. ലാസ്റ്റ് സഹിയിട്ടിട്ട് പിന്നീട് കാണുന്നത് ഇവ അവിടെ ഇത് സ്പീഡിൽ ഇത് കഴിക്കുന്നതാണ്. ആ സമയം ഓബ അത് കണ്ടിട്ട് എനിക്കും കൂടെ കുറച്ച് കഴിക്കാൻ എന്താന്ന് പറയുന്നുണ്ട്. ആ സമയം വാൻ തരത്തില്ല, ഇതെൻ്റെയാന്ന് പറയുന്നുണ്ട്. ആ സമയം ഓബ് ഇത്ര നേരം ദേഷ്യത്തിലായിരുന്നു, ഇപ്പോൾ ഫുഡ് കിട്ടിയപ്പോൾ സ്പീഡിന് കഴിക്കുന്ന നോക്കിക്കെന്ന് പറയാണ്. ആ സമയം വാന് നീയല്ലേ എന്നെ ദേഷ്യം പിടിപ്പിച്ചതെന്ന് പറയുന്നുണ്ട്. ആ സമയം ഓബാണെങ്കിൽ അവൻ്റെ അടുത്ത് ക്ലോസിൽ ചെന്ന് അവനെ പിടിച്ച് നിർത്തിയിട്ട് ഞാനാണ് ദേഷ്യം പിടിപ്പിച്ചത്, ഞാനാണെങ്കിൽ ആ റെസ്റ്റോറൻറ്റ് റിനോവേറ്റ് ചെയ്യുന്ന കാര്യം അവളടുത്ത് സംസാരിക്കുന്ന നേരത്ത് നീ മാത്രമല്ല ക്ലുവയും സിബും എല്ലാവരും ദേഷ്യത്തിലായിരുന്നു. എന്നാൽ ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറയാം, ഞാൻ റിനോവേറ്റ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല, ഞാനാണെങ്കിൽ കോമ്പറ്റീഷൻ നിർത്തി വയ്ക്കാനും പോകുന്നില്ല, അക്കാര്യത്തിൽ നിനക്കെന്നെ വിശ്വസിക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയം വാന് ഇപ്പോൾ വിശ്വസിക്കാമെന്നൊക്കെ പറയുന്നു, നാളെ നീ ഇനി എന്താ തീരുമാനം എടുക്കാൻ പോകുന്നതെന്ന് എനിക്കെങ്ങനെ അറിയാൻ പറ്റുമെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഓവ് ഞാൻ സത്യമായിട്ടാണ് പറഞ്ഞത്, നീ എന്നെ നേരത്തെ പറഞ്ഞ ഞാനും കാവോയും എന്തൊക്കെ സംസാരിച്ചാലും എത്ര ക്ലോസ് ആയാലും നിനക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഇപ്പോൾ എന്തിനാ ദേഷ്യപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോൾ വാനാണെങ്കിൽ അത് പിന്നെ വെറുതെ കാരണമില്ലാതെ നീയുമായിട്ട് പിണങ്ങണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല, എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ ഒരു ക്ലോസ് ആയിട്ട് നിൽക്കുന്ന കണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ഓബാണെങ്കിൽ അങ്ങനെ ടെൻഷനാവേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, നിനക്ക് എന്നെ വിശ്വസിക്കാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വാനിൻ്റെ ചുണ്ടിലൊരു കിസ്സും കൊടുത്തിട്ട് അവനവിടെ നടന്നു പോവാണ്. ഈ സമയം വാനാണെങ്കിൽ ആരെങ്കിലും കണ്ടോ ഈശ്വര എന്നുള്ള രീതിയിൽ ചുറ്റി നോക്കിയിട്ട് ബ്ലഷ് അടിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്ന ജേജേനെയും അവൻ്റെ ക്ലിനിക്കിൽ അവൻ്റെ ഒരു ഫ്രണ്ടായിട്ടുള്ള സോമിനെയും കാണിക്കുകയാണ്. ആക്ച്വലി സോമ് അവിടെ വർക്ക് ചെയ്യുന്നൊരു സ്റ്റാഫല്ല, ആ ഒരു ക്ലിനിക്കിൻ്റെ ഓണറായിരുന്നു. അങ്ങനെ ഇപ്പോൾ ജെ അറിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു അവൻ്റെ ഫ്രണ്ട് സോമ് ആ ഒരു ക്ലിനിക്ക് വിറ്റെന്ന്. അങ്ങനെ പെട്ടെന്ന് ജെ ആണെങ്കിൽ നീ എന്ത് പണിയാണ് കാണിച്ച്, ആരെങ്കിലും സ്വന്തം ക്ലിനിക്കൊക്കെ വിട്ടിട്ട് എന്തിനാ പോകും ചോദിക്കുകയാണ്. ആ സമയം സോമാണെങ്കിൽ അത് പിന്നെ ഒരാൾ വന്നിട്ട് നല്ല പൈസയ്ക്ക് ഇത് എൻ്റെ നിന്ന് വാങ്ങിച്ചു, അതുകൊണ്ടാണ് ഞാൻ ഇത് വിറ്റത്, പക്ഷേ നീ പേടിക്കണ്ട, അവർ ഉറപ്പ് വന്നിട്ടുണ്ട് ഇവിടെ വർക്ക് ചെയ്തിരുന്ന എല്ലാ സ്റ്റാഫുകൾക്കും ഇവിടെ ഇനിയും വർക്ക് ചെയ്യാമെന്ന്, അതുകൊണ്ട് നിൻ്റെ ജോലി പോകുന്നു പേടി വേണ്ടെന്ന് പറയാണ്. ആ സമയം ചേച്ചി എന്നാലും നീ ഇങ്ങനെ പെട്ടെന്ന് ഞങ്ങളെ കിട്ടിയിട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും ചോദിക്കുകയാണ്. എന്നിട്ട് ചേച്ചി അല്ല ഇത് വാങ്ങിച്ച പുതിയ ഓണർ ആരാന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം സോമാണെങ്കിൽ ആ ആളെ നിനക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയാണ്. ആ ടൈം സോമ് ആ പറഞ്ഞില്ലല്ലോ ദേ ആളെത്തിന്ന് പറഞ്ഞിട്ട് ജേജിയുടെ അങ്ങോട്ടേക്ക് നോക്കാൻ പറയാണ്. ജേജി നോക്കിയാൽ മറ്റാരുമല്ല അവൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന മെത്താസ് തന്നെയായിരുന്നു. ലാസ്റ്റ് ടൈം ജേജിയും മെത്താസ് തമ്മിൽ കണ്ടുമുട്ടി പിരിഞ്ഞത് ആ പൈസയുടെ കണക്കും പറയും രണ്ടൊരു അടി ഉണ്ടായിട്ടായിരുന്നു. അങ്ങനെ മെത്താസിനെ കണ്ടപ്പോൾ തന്നെ അവർ ആ അടി ഉണ്ടായ ആ ഒരു സംഭവത്തിൻ്റെ ഡയലോഗല്ല നമ്മുടെ ജേജിയുടെ മനസ്സിൽ കുടുങ്ങുന്നത് ഇവൻ ചെയ്ത് പോകുന്നുണ്ട്. എന്നിട്ട് ജേജി ആണെങ്കിൽ ഇവനാണോ വാങ്ങിച്ചത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ചേച്ചി അവൻ്റെ സാധനങ്ങളെല്ലാം എടുത്ത് അവിടെ നിന്ന് പോകാനായിട്ട് നോക്കുന്നതാണ്. കാരണം മറ്റൊന്നല്ല മെത്താസ സ്ഥലം വാങ്ങിച്ചുകൊണ്ട് തന്നെ അവൻ റിസൈൻ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ അവൻ്റെ സാധനങ്ങളെല്ലാം എടുത്തോണ്ട് പോകാനായിട്ട് തുടങ്ങുമായിരുന്നു. ആ സമയം മെത്താസ് അങ്ങോട്ടേക്ക് വന്നിട്ട് നീ എന്താ ചെയ്യുന്നത്, നീ എന്തിനാ റിസൈൻ ചെയ്യുന്നത്, ഞാനൊന്നും ചെയ്തില്ലല്ലോ, നിനക്കിവിടെ വർക്ക് ചെയ്യാമല്ലോ ഓക്കെ ആയിട്ട്, എന്നെ നിനക്ക് അത്രയും പേടിയാണെന്ന് ചോദിക്കുകയാണ്. ആ സമയം ചേച്ചി എനിക്കിതിന് പേടിയായിട്ടൊന്നുമില്ല, നിൻ്റെ ഈ ഒരു ക്യാരക്ടർ കൊണ്ടാണ്, നിൻ്റെ വിചാരം പൈസ വെച്ചിട്ട് നിനക്ക് ആരെയും വാങ്ങാമെന്നാണ്, നീ ഇപ്പോൾ ഈ സ്ഥലം വരെ വാങ്ങിച്ചു എന്തിനാ എന്നെ കാണിക്കാനാണെന്നൊക്കെ ചോദിച്ചിട്ട് ജെ നീ എന്ത് വേണോ ചെയ്തോ, പക്ഷെ ഒരു കാര്യം മനസ്സിലാക്ക്, നിനക്ക് മറ്റൊരാളുടെ മനസ്സ് നേടണമെങ്കിൽ നീ നിൻ്റെ മനസ്സ് ഉപയോഗിച്ച് വേണം നേടാൻ, അല്ലാതെ അതിൻ്റെ പൈസ വലിച്ചെറിഞ്ഞ് ബാക്കിയുള്ളവരെ കാണിച്ചിട്ടെല്ലാം ഇറങ്ങിയിട്ട് ജേജേൻ്റെ സാധനം എടുത്ത് അവിടെ നിന്ന് പോവാണ്. മെത്താസ് ജേജെ തടയാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ പറ്റുന്നില്ല. അതിനുശേഷം കാണിക്കുന്നത് രാത്രിയാണെങ്കിൽ വാൻ കിച്ചണിൽ കയറിയിട്ട് കിടന്നെന്തോ തപ്പി പറക്കുന്നതാണ്. ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ വിചാരിച്ചു അവനെന്തോ ഇമ്പോർട്ടൻറ്റ് സംഭവം എന്തോ ആവശ്യത്തിന് തപ്പുകയാണെന്ന്, എന്നാൽ മറ്റൊന്നുമല്ല അവന് വിശന്നിട്ട് എന്തെങ്കിലും കഴിക്കാണ്ടോ തപ്പിയതായിരുന്നു. അത് തപ്പി വന്നതും ബ്രെഡ് ഇരിക്കുന്ന കണ്ടിട്ട് എടുക്കാനായിട്ട് ചെല്ലാണ്. കുറേ ടൈമിന് അങ്ങോട്ടേക്ക് ഓബ് വന്നിട്ട് നിനക്ക് ഫുൾ ടൈം വിശപ്പാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓബ് പെട്ടെന്ന് കയറി വന്നുകൊണ്ട് തന്നെ നമ്മുടെ വാൻ്റെ ജീവൻ പോകുന്നുണ്ട്. എന്നിട്ട് വാൻ എൻ്റെ പൊന്ന് ഷെഫ് ഓബേ ഇങ്ങനെ വന്നിന്ന് മനുഷ്യനെ പേടിപ്പിക്കല്ലേ, മനുഷ്യനെ വിശന്നിട്ട് ഇവിടെ കിളി പോവുക, ടെൻഷനായിട്ടിരിക്കുമ്പോൾ എനിക്കങ്ങനെ ഒരുപാട് കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. ഓബപ്പോൾ ടെൻഷൻ അടിക്കാൻ മാത്രം എന്താ സംഭവം ഉള്ളതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും വാനാണെങ്കിൽ വേറെ എന്താ സംഭവം, കോമ്പറ്റീഷൻ തന്നെ അടുത്ത റൗണ്ട് ആവാൻ പോവല്ലേ, തോറ്റ് കഴിഞ്ഞാൽ പോവേണ്ടി വരത്തില്ലേ, പിന്നെ കാവോടെ കാര്യത്തിൽ എനിക്ക് ടെൻഷൻ ഉണ്ടെന്ന് പറയാണ്. ആ സമയം ഓബാടി പിന്നെയും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കണ്ടിട്ട് വാനാണെങ്കിൽ എനിക്കിങ്ങനെ മറുപടി അറിയാൻ വയ്യ, ഞാൻ ഉറങ്ങാൻ പോകുന്ന തുടങ്ങിയിട്ട് ഇവൻ പോയി തുടങ്ങാണ്. ആ സമയം ഓബാനെ തുടങ്ങിയിട്ട് നിനക്ക് വിശക്കത്തെന്നല്ലേ പറഞ്ഞത്, ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് അവിടെ നിന്ന് ആ ബ്രെഡ് എടുത്തോണ്ട് പോയിട്ട് നല്ല അടിപൊളി ഒരു സ്നാക്കായിട്ട് വാൻ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ആ സമയം വാൻ എൻ്റെ പൊന്നെ എത്ര എളുപ്പത്തിലാണ് നിങ്ങളിത് ഉണ്ടാക്കിയെന്ന് ചോദിച്ചപ്പോൾ ഓബ് ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ എന്നിങ്ങനെ പറയാണ്. എന്നിട്ട് വാനാണെങ്കിൽ കഴിക്കാനായിട്ട് സ്പൂണും ഫോർക്ക് എടുക്കാനായിട്ട് ചെന്നതും അവന് മുന്നേ അത് ഓബെടുത്തിട്ട് ഫസ്റ്റ് ഞാൻ കഴിക്കുമെന്ന് പറയാണ്. എന്നിട്ട് ഓബെടുത്ത് കഴിക്കുകയാണ്. അങ്ങനെ ഓബാണെങ്കിൽ നമ്മുടെ വാനായിട്ട് ഇങ്ങനെ കാണിച്ച് കൊതിപ്പിക്കായിരുന്നു. എന്നിട്ട് ഓബ് അടിപൊളി, ഞാൻ നിനക്ക് തരുന്നില്ല, ഞാൻ തന്നെ കഴിക്കാൻ പോകുന്ന ഇറങ്ങിയിട്ട് അത് എടുക്കാനായിട്ട് പോയതും വാനാണെങ്കിൽ പറ്റത്തില്ല എനിക്ക് തരാമെന്നല്ലേ പറഞ്ഞെന്ന് ഇറങ്ങിയിട്ട് വാനെടുത്ത് കഴിക്കുകയാണ്. വാനത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞതും വാനാണെങ്കിൽ ഞാൻ പ്ലേറ്റോടെ എൻ്റെ റൂമിലേക്ക് കൊണ്ടുപോവാണേ എന്ന് പറഞ്ഞിട്ട് ഗുഡ് നൈറ്റും പറഞ്ഞുകൊണ്ട് പാത്രം എടുത്തുകൊണ്ട് ഓടുകയാണ്.
അതിനുശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം എല്ലാവരും കിച്ചണിൽ വർക്ക് ചെയ്യുന്നതാണ്. ആ സമയം അങ്ങോട്ടേക്ക് കാവ വരുന്നുണ്ട്. കാവ വന്നിട്ട് ഇന്ന് ഞാൻ ഇവിടെ സെർവ് ചെയ്യാനൊന്നും ആയിട്ടല്ല വന്നത്, ഒരു കാര്യമുണ്ട്. ഞാനാണെങ്കിൽ ഇവിടെ മുമ്പ് വന്ന കസ്റ്റമേഴ്സിൻ്റെ അടുത്തൊക്കെ ഇതിനെപ്പറ്റി റിവ്യൂ ഒക്കെ ചോദിച്ചപ്പോൾ എല്ലാവരും പുതിയ മെനു ആഡ് ചെയ്തൂടെ, കുറേ നാളായല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ക്ലൂവയും അതെ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ പുതിയ മെനു ആഡ് ചെയ്തിട്ട് കുറേ വർഷമായി എന്ന് പറയുന്നുണ്ട്. ആ സമയം കാവോ ഞാനങ്ങനെ കുറേ പേര് സംസാരിച്ചിട്ട് നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റിയ ഒരു മെനു കണ്ടുവച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ലോബ്സ്റ്ററിൻ്റെ ഒരു മെനു ഒക്കെ നമുക്ക് ഈ രീതിയിൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഓബിന് പറഞ്ഞു കൊടുക്കുകയാണ്. ആ ഒരു ഐഡിയ സിബിനും ക്ലൂവൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ട് അടിപൊളി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ വാനാണെങ്കിൽ അവളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അങ്ങനെ കാവ പറയുന്ന ഐഡിയ എല്ലാവരും സമ്മതിക്കുമെന്നായപ്പോൾ പെട്ടെന്ന് വാൻ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് ഇപ്പോൾ ഉള്ള മെനു എല്ലാം ഇവിടെ ഹിറ്റായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ്, അതുകൊണ്ട് വേറൊരു മെനു ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയം ഓബിനെ ഇങ്ങനെ നോക്കിയിട്ട് അല്ലേ സെൽഫ് എന്നിങ്ങനെ ചോദിച്ചതും ഓബ് ശരിയാന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം പെട്ടെന്ന് വാൻ വിചാരിച്ചു അവൻ പറഞ്ഞതാണ് സമ്മതിച്ചു കൊടുത്തതെന്ന്. ആ സമയം കാവയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്നാൽ ആക്ച്വലി ഓബ് കാവ പറഞ്ഞത് സമ്മതിച്ചു കൊടുത്തത്, അതായത് ഒരു പുതിയ ഡിഷ് കൊണ്ടുവരുന്നതിനെ പറ്റി. ആ സമയം കാവ പറഞ്ഞ സമ്മതിച്ച് കേട്ടിട്ട് വാനിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നാൽ കാവാണെങ്കിൽ വാനിനെ നോക്കിയിട്ട് ഞാൻ ജയിച്ചടാ എന്നുള്ള രീതിയിൽ ഒരു ചിരിക്കുന്നുണ്ട്. രണ്ടുപേരും തമ്മിൽ യുദ്ധം തുടങ്ങിയെന്നാണ് തോന്നുന്നത്. ഈ സമയം വാനാണെങ്കിൽ എങ്കിൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ലോങ് ബീൻസ് വെച്ചിട്ട് ബേസിൽ ഉണ്ടാക്കാമെന്ന് പറയാണ്. ആ സമയത്തേക്കും നേരത്തെ പറഞ്ഞായിരുന്നല്ലോ കാവയ്ക്ക് ലോങ് ബീൻസ് അലർജിയാണെന്ന്, അതുകൊണ്ട് തന്നെ കാവോ അത് പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ എന്താ പറ്റാത്തതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും എനിക്കത് അലർജിയാണെന്ന് അവൾ പറയാണ്. ആ സമയം അതിലൊരു കുഴപ്പമില്ല എന്ന് വാൻ പറയുന്നതും ഓബാണെങ്കിൽ അത് പറ്റത്തില്ല, അവൾക്കത് ശരിക്കും അലർജിയാണെന്ന് പറയുന്നുണ്ട്. ആ സമയം വാനിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് അവൻ ദേഷ്യം മാറ്റിച്ചിട്ട് എങ്കിൽ പിന്നെ ചെറിയ ബീൻസ് വെച്ച് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ കളിയാക്കാണ്. എന്നിട്ട് അവൻ ഒന്നും അറിയാത്ത പോലെ ചെന്ന് നിന്ന് ജോലി ചെയ്യാണ്. ആ സമയം ഇവർ രണ്ടിനും പരസ്പരം ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഓബിന് ഇനി തുടർന്ന് പോയി കഴിഞ്ഞാൽ രണ്ടുപേരും തമ്മിൽ മൂന്നാം ലോക മഹായുദ്ധം നടത്തും എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരുടെ പോയി ജോലി ചെയ്യാനായിട്ട് പറയാണ്. ആ സമയം കാവ വീണ്ടും അവളുടെ ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ്. ആ സമയം തന്നെ വീണ്ടും വാനും കാവും തമ്മിൽ ഐ കോൺടാക്റ്റിൽ നല്ല ദേഷ്യത്തിൽ എന്തൊക്കെയോ ഐ കോൺടാക്റ്റ് വെച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് കാവാണെങ്കിൽ ഓബിൻ്റെ അടുത്ത് സംസാരിക്കുന്നതാണ്. ആ സമയം ഓബിൻ്റെ അടുത്ത് വാനിന് എന്നോട് തന്നെ ദേഷ്യമുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ഓബ് നിനക്ക് തോന്നുന്നതാ, അങ്ങനെയൊന്നുമില്ല, അവനാണെങ്കിൽ നിനക്ക് ലോങ് ബീൻസ് അലർജിയാണെന്നുള്ള കാര്യം അറിയത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് നേരത്തെ ആ കാര്യം പറഞ്ഞെന്ന് അറിയുന്നുണ്ട്. ആ സമയം അവളാണെങ്കിൽ അതുപോലെ തന്നെ എനിക്കൊരു ഡൗട്ടുണ്ട്, നിങ്ങളും വാനും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ, എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ഓബ് എന്തോന്ന് പറഞ്ഞെന്ന് അറിയണ്ടാതെ നിന്നപ്പോൾ അവളാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുമ്പോൾ ബാക്കിയുള്ളവരോട് സംസാരിക്കുന്നതിനേക്കാളും എന്തോ മാറ്റമുള്ളതായിട്ടും വ്യത്യാസമുള്ളതായിട്ടും എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, സത്യം പറയാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഓബ് സത്യം പറയാമെന്ന് വിചാരിച്ചിട്ട് ആക്ച്വലി ഞാനും വാനും തമ്മിൽ എന്തിങ്ങനെ പറഞ്ഞു തുടങ്ങുകയാണ്. അവൻ എന്താ പറയാൻ പോയെന്ന് കാവയ്ക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ ശരി ഇനി പറയണ്ടെന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിൽ ഞാൻ വേറെ മെനു ആഡ് ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞില്ലേ, അത് വേണോ വേണ്ടേന്ന് നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട് ആളവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോവുകയാണ്. അതിനുശേഷം കാണിക്കുന്ന ജീജിയാണെങ്കിൽ അവൻ്റെ വീട്ടിലെ വെളിയിൽ വേസ്റ്റ് കൊണ്ടിടാനായിട്ട് വന്നിരിക്കുകയായിരുന്നു. അങ്ങനെ അവൻ വെളിയിലോട്ട് വന്നുകൊണ്ട് തന്നെ അവൻ്റെ ഗേറ്റ് ഫുൾ ഓപ്പണായി കിടക്കായിരുന്നു. കറക്റ്റ് ടൈമിന് മെത്താസാണെങ്കിൽ കാറും കൊണ്ട് അകത്തോട്ട് കയറാണ്. ആ സമയം ജയിലാണെങ്കിൽ ഇടാടാ നില്ലടാവണമെന്ന് പറഞ്ഞിട്ട് കാർ അകത്തോട്ട് പാർക്ക് ചെയ്ത് മെത്താസ് കാറിൻ്റെ വെളിയിൽ നിന്ന് ഇറങ്ങിയതും ആരെടുത്ത് ചോദിച്ചിട്ടാണ് നിൻ്റെ കാർ എൻ്റെ വീടിൻ്റെ അകത്ത് കയറ്റിയ, അല്ല നീ ഇപ്പോൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്, എൻ്റെ വീട് എവിടെയാണ് നിനക്ക് എങ്ങനെയാണ് മനസ്സിലായെന്ന് ചോദിക്കുകയാണ്. ആ സമയം മെത്താസ് അത് പിന്നെ ക്ലിനിക്കിലെ എംപ്ലോയീസിൻ്റെ ലിസ്റ്റ് നോക്കി അതിൽ നിന്നാണ് നിൻ്റെ സ്ഥലം മനസ്സിലായെന്ന് പറയുന്നുണ്ട്. ആ സമയം ചേച്ചി ഒന്ന് ടെൻഷനായിട്ട് നീ എൻ്റെ വീട് വാങ്ങാനായിട്ട് വന്നതാണോ, എത്ര പൈസ ചോദിച്ചാലും ശരി ഞാൻ ഈ വീട് വിൽക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം മെത്താസ് എനിക്ക് വേണമെങ്കിൽ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ സ്ഥലം തന്നെ വാങ്ങാമെന്ന് പറയാണ്. ആ സമയം ചേച്ചി നീ ശരിക്കും സ്ഥലം വാങ്ങാൻ വന്നതെന്ന് വെച്ചപ്പോൾ മെത്താസ് അങ്ങനെയൊന്നുമല്ല, അത് പിന്നെ ഞാൻ എൻ്റെ അടുത്ത് ക്ലിനിക്കിൽ നേരത്തെ പോലെ തന്നെ വർക്ക് ചെയ്ത് വരാനായിട്ട് വന്നതാ, ഞാൻ വന്നത് എഴുതി മാറിയൊന്നും വേണ്ട, പിന്നെ നീ പറഞ്ഞതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചു, അതുകൊണ്ടൊക്കെ തന്നെയാണ് നീ വീണ്ടും വർക്ക് ചെയ്തോളാനായിട്ട് ഞാൻ പറഞ്ഞത്. അതിൻ്റെ കൂടെ തന്നെ വേറൊരു കണ്ടീഷനുണ്ട്, നീ വർക്ക് ചെയ്യും പക്ഷേ നീ എൻ്റെ മാത്രം ഫിസിക്കൽ തെറാപ്പിസ്റ്റ് ആയിരിക്കും എന്ന് പറയാണ്. ആ സമയം ചേച്ചി എനിക്ക് തോന്നി നീ ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വരുമെന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞ് നടക്കാനായിട്ട് തുടങ്ങുകയാണ്. ആ സമയം അവനാണെങ്കിൽ തിരിഞ്ഞ് പോകുന്ന കണ്ടിട്ട് പെട്ടെന്ന് തന്നെ മെത്താസ് പക്ഷേ ഒരു കാര്യമുണ്ട്, നീ ഫിസിക്കൽ തെറാപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്തപ്പോൾ നീ നേരത്തെ എൻ്റെ അടുത്ത് നീ നല്ലൊരാളാ പൈസയിലൊന്നും വീഴത്തില്ല എന്ന് പറഞ്ഞില്ലേ, നീ അതുപോലെ തന്നെ ശരിക്കും പൈസയിൽ വീഴുമോ ഇല്ലേന്നൊക്കെ ഞാൻ നിന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമെന്ന് പറയാണ്. ആ സമയം ജയജ എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്കൊരു കണ്ടീഷനുണ്ട്, ഞാൻ നിൻ്റെ മാത്രം ഫിസിക്കൽ തെറാപ്പിസ്റ്റ് ആയിരിക്കില്ല, മറ്റുള്ള രോഗികളും ചികിത്സിക്കും, നീ എന്നെ നിരീക്ഷിക്കുക എന്ത് വേണോ ചെയ്തോ, നിനക്ക് അത് ഓക്കെ അല്ല എങ്കിൽ ഞാനാണെങ്കിൽ ഇവിടെ നിന്ന് രാജിവെക്കും, ഗവൺമെൻറ്
ഹോസ്പിറ്റലിലും വർക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കത്തില്ല. കുറച്ച് ശമ്പളം കുറവായിരിക്കും, പക്ഷേ നിനക്ക് ഗവൺമെൻറ്റിൻ്റെ ഹോസ്പിറ്റൽ വാങ്ങാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയാണ്. ആ സമയം മെത്താസ്, എനിക്ക് ജസ്റ്റ് നീ പറയുന്ന പോലെ തന്നെ നല്ലവനാണോ പൈസയിൽ വീഴുന്നവനാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറയാണ്. ആ സമയം ചേച്ചി തലയാട്ടിയിട്ട് നടന്നു പോകാനായിട്ട് നോക്കുന്ന സമയത്ത് മെത്താസ് അവൻ്റെ പുറകെ പോകാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവൻ്റെ കാലിപ്പോഴും ഓക്കെ ആകത്തുണ്ട്. മെത്താസ് വിടാനായിട്ട് പോവാണ്. പെട്ടെന്ന് ചേച്ചി അവനെ പിടിക്കുകയാണ്. അങ്ങനെ മെത്താസ് ആണെങ്കിൽ ഇവിടെ ഭയങ്കര വെയിലാണ്, എന്നെ ഒന്ന് അകത്തോട്ട് കൊണ്ടുപോകാൻ നോക്കിയാണ്. അങ്ങനെ അകത്ത് കൊണ്ടുപോയിട്ട് മെത്താസിന് കുടിക്കാനായിട്ട് ചായ കൊടുക്കുന്നുണ്ട്. ആ സമയം മെത്താസ്, നീ വീട്ടിലിരിക്കുന്ന സമയത്ത് എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ സീരീസ് കാണും, പിന്നെ ഗെയിംസ് കളിക്കും, പിന്നെന്താ ഫുഡ് കഴിക്കും, ഇവിടെ തന്നെ കറങ്ങി നടക്കും, അതൊക്കെ തന്നെയെന്ന് പറയുന്നുണ്ട്. ആ സമയം മെത്താസ് ഇത് കേട്ടിട്ട്, ഓ അപ്പം സത്യം പറഞ്ഞാൽ ഈ ഹൗസ് വൈഫൊക്കെ വീട്ടിലെന്താണോ ചെയ്യുന്നത് അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ചെയ്യും, ഹൗസ് വൈഫോ ഒന്ന് പോടോ, ഞാനാണെങ്കിൽ അങ്ങനെയുള്ള ആളൊന്നുമല്ല, ഞാൻ ജസ്റ്റ് ഇതെല്ലാം ചെയ്യും. അതിനോട് തന്നെ എൻ്റെ ഫ്രണ്ട്സ് ഫ്രീ ആണെങ്കിൽ അവരെയും വിളിക്കും, വാൻ ഫ്രീ ആണെങ്കിൽ അവനെ വിളിച്ച് അവനോട് ഇരുന്ന് സിനിമ ആണെന്ന് പറയാണ്. ഇത് കേട്ട് മെത്താസ്, നീ സിനിമയൊക്കെ കാണോ? ഞാൻ വിചാരിച്ചു നീ ഭയങ്കര സീരിയസ് ആയിട്ട് സിനിമയൊന്നും ഇഷ്ടമല്ലാത്ത ഒരാളാണെന്നാണ് വിചാരിച്ചിരുന്നതെന്ന് പറയാണ്. ആ സമയം ചേച്ചി, ഞാൻ ഹൊറർ, കോമഡി, ഡ്രാമ, ത്രില്ലർ എല്ലാം കാണാറുണ്ട്, എല്ലാം വാനിൻ്റെ കൂടെ ഇരുന്നാണ് കാണാറ്. പക്ഷേ വാനിന് ഹൊറർ മൂവീസ് ഇഷ്ടമല്ല, അതുകൊണ്ട് ആ ഒരു സിനിമ മാത്രം ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നാണ് കാണുന്നതെന്ന് പറയാണ്. ആ സമയം മെത്താസ്, ഓ ഫ്രണ്ടിനോട് ഭയങ്കര സ്നേഹമാണല്ലോ, അവനെ ഇങ്ങനെ നിർബന്ധിച്ച് ഹൊറർ സിനിമയൊന്നും പിടിപ്പിച്ച് കാണിക്കാറില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ചേച്ചിയാണെങ്കിൽ അങ്ങനെ കാണിച്ചിരുന്നെങ്കിൽ ആ സമയം കൊണ്ട് അവൻ എന്നിട്ടിട്ടങ്ങ് പോയിരിക്കുമായിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെയല്ലേ ഞാനും അവന് ഇത്രയും കാലം ഫ്രണ്ട്സായിട്ട് ഇരിക്കുന്നത്. അവൻ ഭയങ്കര സിൻസിയറാണ്, ഞാനും സിൻസിയറാന്ന് പറയുന്നുണ്ട്. ആ സമയം മെത്താസ്, ഞാനും ഭയങ്കര സിൻസിയർ ആവാൻ ശ്രമിക്കുക, വാ നമുക്ക് സിനിമയ്ക്ക് പോവാം, എനിക്കറിയാം ഞാൻ നിൻ്റെ കൂടെ സിനിമയ്ക്ക് വരണമെന്ന് നിനക്ക് ആഗ്രഹം ഉണ്ടെന്ന്, നീ ഇനി വീണ്ടും ചോദിക്കേണ്ട ആവശ്യമില്ല, ഞാൻ നിൻ്റെ കൂടെ സിനിമയ്ക്ക് വരാൻ റെഡിയാണെന്ന് പറയാണ്. ആ സമയം ചേച്ചി, അതിന് ഞാനെപ്പോഴാണ് നിൻ്റെ സിനിമയ്ക്ക് വരാൻ വിളിച്ചത് നോക്കിയാണ്. പക്ഷേ മെത്താസ് ഒന്നും കേൾക്കാൻ നിൽക്കാതെ ഉടനെ തന്നെ കോൾ ചെയ്തിട്ട് 3 ഹൊറർ ഷോയ്ക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പറയാണ്. അങ്ങനെ അതും പറഞ്ഞിട്ട് ചേച്ചിയുടെ അടുത്ത്, പെട്ടെന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് വാ, നീ നിൽക്കുന്ന കോലത്തിലാണോ സിനിമയ്ക്ക് പോകുന്നത്, വാ ഞാൻ നിന്നോട് സിനിമയ്ക്കല്ലേ വിളിച്ചത്, പെട്ടെന്ന് റെഡിയായിട്ട് വാ എന്നിങ്ങനെ പറഞ്ഞ് വിളിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്ന ചേച്ചിയാണെങ്കിൽ റെഡിയായിട്ട് ഇങ്ങനെ വാഷ്റൂമിൽ കണ്ണാടി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മെത്താസാണെങ്കിൽ വാഷ്റൂമിലും കയറി വരാണ്. ആ സമയം ചേച്ചി, ഞാനിവിടെ നിൽക്കുന്ന കണ്ടുകൂടെ, നീ എന്തിനാ ചോദിക്കാതെ കയറി വന്നതെന്ന് പറഞ്ഞപ്പോൾ മെത്താസ്, എനിക്ക് വാഷ്റൂം യൂസ് ചെയ്യണം, ഞാൻ അതിൻ്റെ വീട്ടിൽ ലിവിംഗ് റൂമിൽ ചെന്നാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ചേച്ചിയാണെങ്കിൽ വെയിറ്റ് ചെയ്യുക എന്നുള്ളൊരു വാക്ക് നിനക്കറിയത്തില്ലെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം മെത്താസ്, എനിക്കങ്ങ് വയ്യാന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ വാഷ്റൂം യൂസ് ചെയ്യാനായിട്ട് ചെന്ന് നിൽക്കുന്നുണ്ട്. എന്നാൽ മെത്താസിന് അവൻ്റെ പാൻറ്റിൻ്റെ സിബ് അഴിക്കാൻ പറ്റുന്നില്ല, കാരണം അവന് വയ്യാതിരിക്കുകയാണല്ലോ. ആ സമയം ജേജി എടുത്ത് അഴിച്ചു കൊടുക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ ജേജി അതിൻ്റെ കാലിനെ കുഴപ്പമുള്ളൂ, കൈക്ക് കുഴപ്പമില്ല, അങ്ങോട്ട് ചെയ്യാനായിട്ട് പറഞ്ഞതും മെത്താസാണെങ്കിൽ എൻ്റെ വീട്ടിലുള്ള പോലെ പിടിച്ചിരിക്കാനായിട്ട് നിൻ്റെ വാഷ്റൂമിലൊന്നുമില്ല, ഞാനാണെങ്കിൽ പിടി വിട്ട് കഴിക്കാൻ ചെന്ന് വിടാൻ ചാൻസ് ഉണ്ട്, ഒന്ന് ഹെൽപ്പ് ചെയ്യുന്ന പറയാണ്. അങ്ങനെ ജേജി ഇഷ്ടമല്ലെങ്കിലും ചെന്ന് പാൻറ്റിൻ്റെ സിബ് മാറ്റി കൊടുക്കുന്നുണ്ട്. ആ സമയം മെത്താസ്, ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് അത് ചെയ്യാമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ജേജി, ഞാൻ നിനക്ക് പിടിച്ചു തരണമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം മെത്താസ്, ആ പിടിച്ചു തരണമെന്ന് പറയാണ്. അങ്ങനെ ജേജി ആണെങ്കിൽ പിടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കഴിക്കുമ്പോഴത്തേക്കും ജേജി ആണെങ്കിൽ അവൻ്റെ കൈ മെത്താസിൻ്റെ കോട്ടി തുടച്ചു വെച്ചിട്ട് അവിടെ നിന്ന് നടന്നു പോവാണ്. അതിനുശേഷം കാണിക്കുന്നത് ഓബ് ക്ലുവേയുടെ അടുത്തും വാനിൻ്റെ അടുത്തും സിബിൻ്റെ അടുത്ത് സംസാരിക്കുന്നതാണ്. 3 പേരുടെ ഫ്രണ്ട് 3 പേപ്പേഴ്സ് വെച്ചിട്ട്, ഞാനിപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൽ പുതിയ മെനു ആഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ വർക്ക് ലോഡ് കൂട്ടാനല്ല, പക്ഷേ അതിന് പകരം നിങ്ങൾ പുതിയ മെനൂസ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട്. ആ സമയം കാവ പറഞ്ഞ പോലെ തന്നെ പുതിയ മെനു ആഡ് ചെയ്യാൻ പോകണമെന്ന് മനസ്സിലായിട്ട് വാനിന് നല്ല ദേഷ്യം വരുന്നുണ്ട്, അവനത് പുറത്ത് പ്രകടിപ്പിക്കുന്നുമുണ്ട്. അങ്ങനെ ഓബാണെങ്കിൽ, നിങ്ങളെല്ലാവരും പുതിയ മെനു ക്രിയേറ്റ് ചെയ്യാനായിട്ട് പഠിക്കണം, ഒരു ഷെഫാകുമ്പോൾ എല്ലാം അറിഞ്ഞിരിക്കേണ്ടതാണ്, സോ അതിനുള്ള പ്രിപ്പറേഷൻ നടത്താൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കൊന്നും ആ പേപ്പറിൽ പുതിയ റെസിപ്പിക്കായിട്ടുള്ള ഡീറ്റെയിൽസും ഇൻഗ്രീഡിയൻസ് ഒക്കെ ആണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ക്ലൂവയും സിബും കൂടെ ആ പേപ്പർ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. വാനാണെങ്കിൽ ഓവന് നല്ല ദേഷ്യത്തിൽ നോക്കിയിട്ട് അവനും ആ പേപ്പർ എടുത്തുകൊണ്ട് പോവുകയാണ്. ഇതും കാണിച്ചുകൊണ്ട് എപ്പിസോഡ് 6ൻ്റെ ഫസ്റ്റ് പാർട്ട് ഇവിടെ എൻഡ് ചെയ്യുകയാണ്. സെക്കൻഡ് പാർട്ട് ഉടനെ വരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ തരുന്നത് ബൈ.